നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സീറ്റ് നിലനിർത്തുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റവും എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും അനുകൂലമാകും. ജമാഅത്തെ ഇസ്ലാമിയുമായി സൗഹൃദമുണ്ടാക്കാനുള്ള നീക്കം UDFന് തിരിച്ചടിയാകുമെന്നും TV രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വൻകിട വികസന പദ്ധതികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും മുതൽക്കൂട്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ 9 വർഷം പിന്നിട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒരു വലിയ മുന്നേറ്റം ഈ കാലയളവിൽ സൃഷ്ടിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിട്ടുള്ള വൻകിട വികസന പദ്ധതികൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാനോ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മറ്റൊന്ന് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കേരളത്തിലെ യുവ നേതാക്കളിൽ എന്തുകൊണ്ട് മാതൃകയാണ് സ്വരാജ് എന്ന് പറയുന്നത്. കേരള നിയമസഭ കണ്ട ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനായിരുന്നു. സംഘടനാ സംവിധാനം ഉൾപ്പെടെ എല്ലാം LDFന് അനുകൂലമാണ്. UDFന്റെ അവസരവാദപരമായ നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. ജമാഅത്തെ ഇസ്ലാമിയുമായി സൗഹൃദമുണ്ടാക്കാനുള്ള UDF നീക്കം ആത്മഹത്യാപരമായിരിക്കുമെന്നും TV രാജേഷ് കൂട്ടിച്ചേർത്തു. അവിടെ ജമാഅത്ത് ഇസ്ലാമിയുമായി സൗഹൃദമുണ്ടാക്കാനുള്ള UDFന്റെ നീക്കം ആത്മഹത്യാപരമായിരിക്കും. ഇത് പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ ഈ അവസരവാദ കൂട്ടുകെട്ടിനെ തിരിച്ചറിയും. അവരെ അറിയിക്കുന്ന നിലയിൽ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ മൂലക്കിരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.